ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മളിപ്പം എവിടെ പോകാന്ന് വെച്ചാൽ അതിലെവിടെ പോകാം? നമ്മൾ രാത്രി വൈബടിക്കാൻ ഇറങ്ങിയാണ്. സാഫിയുണ്ട്, ഞാൻ ആദിലുണ്ട്, പിന്നെ വേറെ കുറച്ച് പേര് ഇപ്പോൾ കളർ റോഡ് വരും. അപ്പോൾ നമ്മൾ അങ്ങോട്ട് അവന്മാരെയും കാണണം. അപ്പം ഇപ്പം നമ്മൾ ക്യാമറ ഇല്ല. അപ്പോൾ ഇപ്പം നമ്മൾ എവിടെ പോവാണെന്ന് ആദിൽ പറയും. ഇപ്പം നമ്മളെവിടെയാന്ന് വെച്ചാൽ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കടകൾ നോക്കി നടന്നാണ് നമ്മൾ കുഴഞ്ഞ് റെയിൽവേ സ്റ്റേഷനിൽ കാണുമെന്ന് പറഞ്ഞ ഒരു പുള്ളി നമ്മളെ പറ്റിച്ച് നമ്മളെ റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് വിട്ടു. ഇവിടെ കടയൊന്നും ഇല്ല. കടയില്ല. നമുക്കത് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് വേറെ കൊണ്ടിട്ട് പോയാലോ? എൻ്റെ ഇവിടെ കാറിൻ്റെ അമ്പലപ്പുഴ ഇറങ്ങാൻ ഞങ്ങൾ പ്ലാൻസ്. കട പോയിട്ടൊന്നും ഇല്ല. എടാ പൂക്കെ പോയാ പഴംപൊരിയും ബീഫ് കിട്ടുമോ? അറിയില്ല. എന്തായാലും നേരെ വിട്ടു. അങ്ങനെ നേരെ വിട്ടു. Continue on this road and go straight and then take left. പുരോഗമനങ്ങൾ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്നുണ്ട്. പാർക്കിംഗ് ഒക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. വഴി നേരെ അടച്ചു വെച്ചേക്കാണല്ലോ. പേയം പാർക്കല്ലേ? ഡൈവേഷൻ ഉണ്ടോ അവിടെ? അപ്പോൾ ഒരു കട പോലും ഇവിടെ ഇല്ല. നമ്മൾ രാത്രിയിൽ ഫുഡ് കഴിക്കാൻ ഇറങ്ങിയിട്ട് വളരെയധികം മോശം ഒരു അവസ്ഥ. അതെ, ഒരു കട പോലും ഇല്ല. നമ്മൾ റാഫി വളരെയധികം സങ്കടത്തിലാണ്. കഴിക്കാനൊന്നും കിട്ടാത്തതുകൊണ്ട് കണ്ണടച്ചൊക്കെ ഇരിക്കുന്നത്. ഗൈസ്, നാളെ വളരെയധികം സന്തോഷമുള്ളൊരു ദിവസമാണ്. അതെ ഞങ്ങൾ അതിപ്പോ അറിയിക്കുന്നില്ല, സമയം പോലെ അറിയിക്കില്ല. ഈ വ്ളോഗ് എന്തായാലും നമ്മളിപ്പോൾ എൻഡ് ചെയ്യില്ല. നമ്മൾ നാളത്തെ ചെറിയ സന്തോഷ നിമിഷങ്ങളും വീഡിയോ എടുത്തിട്ട് എൻഡ് ചെയ്യുള്ളൂ. റിവെലിംഗ് സൂൺ ആണ്. അതെ, റിവെലിംഗ് സൂൺ ആണ്. ഒരു വലിയൊരു പരിപാടി, വലിയൊരു സംഭവം. സാഫിയുടെ ലൈഫിൽ വലിയൊരു സംഭവം. അപ്പം അപ്പൊ നമ്മൾ ആഘോഷിക്കുന്നതാണ് അത് ഒത്തിരി വലുതായിട്ട്. സാഫി ഞങ്ങൾ ഇന്റർനാഷണൽ ട്രിപ്പ് പിടിക്കണം. മറ്റേ നേരത്തെ വീഡിയോ സൂചിപ്പിച്ച പോലെ അല്ലേ സാഫി? സാഫി കൊണ്ടുവന്ന് പറയുന്നത് ഫുൾ ചെലവ്. അതാണ് ഞങ്ങളുടെ സാഫി ഈസ് അവർ ഓൾഡ് അല്ലേ? നമുക്ക് പറയാനുള്ളത്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവര് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഗൈസ്, നമ്മൾ അങ്ങോട്ട് പോട്ടെ. ഞങ്ങളുടെ വീഡിയോ ഇനി നമുക്ക് പപ്പാനെയൊക്കെ കൊണ്ടുവരണം. അതെ, പിടിച്ച 2 വാക്ക് പറഞ്ഞ അങ്ങനെ. അപ്പൊ നമ്മള് ഇപ്പൊ പറഞ്ഞു വന്നു തോന്നുന്നു. നമ്മളങ്ങനെ കട നോക്കി ഇറങ്ങിയാണ്. കടയൊന്നും കാണുന്നില്ല. ഞങ്ങൾ ലാബിൽ കയറിട്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്തതാണ്. ഇതൊന്നും ടെറ്ററി ഇവിടെ പട്ടിക്കുന്നുണ്ട്. അതാ ബീഫ് കട ഗൈസ്. നാളെ ഞായറാഴ്ചയായിട്ട് എല്ലാ ബീഫ് കടയിലും ഓണാണ്. 5ഉം 8ഉം ബീഫ് വെച്ച് ചെത്തി വേവിച്ച് അരിഞ്ഞ് ഇതാക്കി വെച്ചേക്കുവാണ്. വെട്ടി നുറുക്കി വെച്ചേക്കുവാണ്. വെട്ടി അരിഞ്ഞ് എല്ലാ ബീഫ് സ്റ്റോളിലൊക്കെ ഉണ്ട്. നാളെ മൂടാക്കും. നാളെ നെയ്ച്ചോറും ബീഫും. അതെ. പിന്നെ അപ്പൊ നമ്മൾ പറഞ്ഞത് നമ്മുടെ ഫ്രണ്ട്സ് ഇച്ചിരി പേരോടെ വരുന്നുണ്ട്. നമ്മള് കഴിക്കാൻ വേണ്ടി കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കാണുന്നുണ്ട്. ഉള്ള കടകളിലെല്ലാം പോയി നോക്കി, പക്ഷെ എല്ലാ കട അടച്ചിട്ടേക്കും. അവസാനം നമ്മള് സ്ട്രൈറ്റ് പോയിട്ട് ലെഫ്റ്റ് പോകാനാണ്. അതും ഗൈസ് ബീഫ് കടയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല കാളയിറച്ചിയും കിട്ടും. ബീഫാന്ന് പറഞ്ഞാൽ പറ്റിച്ച ഒരു കാളയിറച്ചിയും തരും. ഞാൻ ഒരു സിനിമത്തിൽ കണ്ടേ കാളനെ ഇറക്കുന്ന. അതിൽ ഫോക്കസ് ചെയ്ത് വെച്ചിട്ടില്ലേ? സാഫി പെണ്ണിനെ കിട്ടുന്നില്ലേ? സാഫി ഞാനുണ്ട്. സാഫി ആൻഡ് മീ. അപ്പോൾ നമ്മൾ ഫുഡ് പറഞ്ഞിട്ടുണ്ട്. പുട്ടും ചിക്കൻ കറിയും, പുട്ടും കേരക്കറിയും കട്ടൻ. അപ്പോൾ നമ്മളിതൊന്ന് തീർക്കട്ടെ. എന്നിട്ട് അവന്മാർ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവന്മാരും കൂടെ വന്നിട്ട് പുറത്തിറങ്ങിയിട്ട് വരാം. അതിലാ കിച്ചണൊന്ന് കാണിച്ചു കൊടുത്താൽ പുട്ടും കട്ടനല്ലേ ഗൈസ്? ഇത് പുട്ടും കട്ടനിലെ ആലപ്പുഴയിലെ പുട്ടും കട്ടനാണ്. നല്ല ഫുഡാണ്. അപ്പോൾ ഇതുവഴി പോകുന്നവരാരെല്ലാം ഉണ്ടെങ്കിൽ വല്ലപ്പോഴും കയറുക, കഴിക്കുക, പുട്ടും കട്ടനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഓക്കെ, കഴിച്ചിട്ട് വരാം. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങിയപ്പം ഒരു സുഹൃത്തിനെ കിട്ടിയിട്ടുണ്ട്. ഇവനൊരു ബോഡി ബിൽഡറാണ്. അപ്പോൾ ബൈസെപ്സ് ഒന്ന് കാണിക്കോ പ്ലീസ്? ആ ബൈ ഒന്ന് കാണിച്ചാൽ പ്ലീസ്. ബൈ മാത്രം പ്ലീസ്, അങ്ങനെ പറയാലോ ഗൈസ്. അപ്പോൾ നമുക്ക് മൈക്ക് അവൻ്റെ കൈമാറ. അവനാരാന്ന് അവൻ തന്നെ പറയുന്നതാണ്. എന്തുവാടാ പേരെന്താണ്? നബീൽ. എന്താണ് പ്രൊഫഷൻ? പഠിച്ചോണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലാതെ നടക്കുവാണ്.
ചിലർ പഠിക്കുന്നുണ്ട്. അതിലൊക്കെ പഠിക്കുമെന്ന് പറഞ്ഞ് വെറുതെ വാപ്പായെ പറ്റിച്ചോണ്ടിരിക്കും. പഠിക്കാൻ പോയി ചേർന്ന് മാക്ക് മേടിക്കാൻ വേണ്ടി മാത്രം. പിന്നെ വാപ്പാടിക്ക് സ്വന്തമായിട്ട് മാക്ക് മേടിച്ചു. പിന്നെ അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചിട്ട് മെഡിക്കലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുതെ നടക്കുകയാണ്. തേരാപ്പര ഇതാരാന്ന് നമുക്കറിയില്ല, ഫ്രെയിമിൽ വന്നതാണ്. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ വീട്ടിലോട്ട് പോട്ടെ. നാളെ വരാം. അലിഫൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അലിഫ് ക്യാമറ ഷൈ, പിന്നെ കുരുത്തൊക്കെ കാണിക്കാൻ സൈഡിലോട്ട് കളർ റാസ്കൽ. അപ്പോൾ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കിടന്നുറങ്ങട്ടെ, എന്നിട്ട് നാളെ വരാം. നാളത്തെ വീഡിയോ കൂടി ഇതിൻ്റെ കൂടെ എടുത്തിട്ട് ആഡ് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ. അപ്പോൾ ഗൈസ്, നിങ്ങൾ ഇന്ന് കാണാൻ പോകുന്നത് ഞാൻ ഇന്നലെ പറഞ്ഞ പോലത്തെ വളരെയധികം സ്പെഷ്യലായിട്ടൊരു ദിവസത്തെ വീഡിയോ ആണ്. ഇന്നാണ് ആ ഏറ്റവും സ്പെഷ്യലായിട്ടുള്ള ദിവസം. പക്ഷെ നമ്മൾ പറയുന്നില്ല എന്താണെന്നൊന്നും. നമ്മളത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഉറപ്പായിട്ട് റിവീൽ ചെയ്യുന്നതാണ്. ഇനി ഏകദേശം ഒരു 2 മാസത്തിനുള്ളിൽ, 1.5 മാസത്തിനുള്ളിൽ നമ്മളത് റിവീൽ ചെയ്യുന്നതാണ്. പിന്നെ സാഫി രാവിലെ എണ്ണിച്ചു, വീടൊക്കെ തൂത്തിയാക്കി. ഞാൻ വരുമ്പോഴും സാഫി ഉത്തരവാദിത്വത്തോടു കൂടി നിന്ന് വരുമ്പോഴും പോകുമ്പോഴും വൃത്തിയാക്കല്ല, വീടെല്ലാം തൂത്ത് തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈക്വൽസിലോട്ട് പോട്ടെ. പിന്നെ അവൻ വരട്ടെ, അവൻ എന്താ ഇതിനെപ്പറ്റി പറയാനുള്ളതെന്ന് ചോദിക്കാം. അവനങ്ങനെയൊന്നും പറയാൻ വഴിയില്ല, കാരണം അവനൊരു ഷൈക്കുട്ടനാണ്. ഞാൻ പറഞ്ഞത് ഒരു 2 ആഴ്ചകൾ ഇവൻ വന്നിട്ട്, 2 ആഴ്ചയിൽ ഇവനിപ്പോൾ 3-4 വട്ടമാണ് ഈക്വൽസിലോട്ട് പോകുന്നത്. ആരും അങ്ങനെ പോവില്ല മുടി വെട്ടാനും താടി ഷേപ്പാനും. പക്ഷേ സാഫി പോവും. ജസ്റ്റ് സാഫി തിങ്സ് ഇതല്ല. ആഴ്ച മുടി വെട്ടാൻ പോകുന്നത്, മുടി വെട്ടാനും താടി വെട്ടാനും താടി പിടിക്കാനും. ശുക്ണിയാ കയ്യിലുണ്ട്. അപ്പോൾ നമ്മൾ പോട്ടെ ഈക്വൽസിലോട്ട്, എന്നിട്ട് അവിടെ ചെന്നിട്ട് വരാം. റിസംബായിനെ പിന്നെ ഒന്നുകൂടെ കാണിച്ചു തരാം. അപ്പോൾ 3ാമത്തെ വ്ലോഗിലാണ് റിസംബായി വരുന്നത്. അപ്പോൾ നമ്മൾ അകത്തോട്ട് പോട്ടെ. തിരക്കില്ല എന്തോ. തിരക്കില്ല. ഇവിടെ സാധാരണ വരുമ്പോൾ നമ്മളൊരു ലൈറ്റ് ചെയ്യാറുണ്ട്. ഇത്തവണ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമ്മൾ വെളുത്തിരിക്കും, നമ്മൾ നല്ല വരാം. അപ്പോൾ നമ്മൾ എപ്പോഴത്തേയും പോലെ ഈക്വൽസിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇതിനകത്ത് നമുക്ക് ഫുൾ ഫ്രീഡമാണ്. കാരണം ഇത് നമ്മുടെ സനുവിൻ്റെ അളിയൻ്റെ കടയാണ്. ഒത്തിരി വെള്ളം എടുത്തു കഴിഞ്ഞാൽ ചവിട്ടി പുറത്താക്കും. എന്നാലും സാരില്ല, അത്യാവശ്യം ഫ്രീഡം ഉണ്ട്. സാഫിക്ക് എന്തെങ്കിലും പറയാം ഈക്വൽസിനെ പറ്റി? ഈക്വൽസിനെയും ഈക്വൽസിൻ്റെ എങ്ങനെയുണ്ട്? സ്വന്തമായിട്ടൊന്നും ചെയ്യില്ല, കറണ്ട് പോകും മൊത്തത്തിലെ ഷോർട്ടാവും. ഫുള്ളൊരു അഡ്ജസ്റ്റ്മെൻറ്റിൽ ഓടുന്ന വയറിങ്ങൊക്കെ മോശമാണ്, ചുമ്മാ പറഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ എല്ലാം ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളെപ്പോഴും ഇവിടെ വരുന്നതുകൊണ്ടാണ് അവർ നമ്മളധികം ശ്രദ്ധിക്കാത്തത്. മറ്റേത് നമ്മൾ വരുമ്പോൾ റിസാമ്പയ്ക്ക് എന്തൊരു സ്നേഹമായിരുന്നു. ഇപ്പോൾ വരുന്നില്ലല്ലോ നമ്മൾ വന്നിട്ട്. റിസാമ്പായി വരുന്നില്ലല്ലോ. അപ്പോൾ അനസ് ഭായി ഉണ്ട് അവിടെ. നമ്മളിവിടെ എല്ലാവരുമായിട്ട് നല്ല കമ്പനിയാണ്. ഞാൻ പറഞ്ഞതേ സനുവിൻ്റെ പൊന്നളിയൻ്റെ കടയാണ്. അതുകൊണ്ട് നമ്മളിവിടെ ഫുൾ സ്വാതന്ത്ര്യമാണ്. അമീർക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡിസ്കൗണ്ട് തരിക നമ്മൾ വരുമ്പോൾ. ഫേഷ്യലൊക്കെ ഒരു ദിവസം ഫ്രീ ആയിട്ട് ചെയ്തു തരണമെന്ന് ഞാൻ പറയണം. ഓക്കെ, ഇതാണ് നമ്മുടെ കുറേ ആൾക്കാർക്ക് ഉദ്ദേശിച്ചല്ലേ, എന്നുവെച്ചാൽ സ്മൂത്തിങ് കഴിഞ്ഞിട്ട് നൂല് പോലെ ആവും മുടി. പക്ഷേ ഞാൻ ചെയ്യാൻ പോയത് ബ്രേക്കേഴ്സ് ഉണ്ട് ഹെയറിൻ്റെ അകത്തെ ബ്രേക്കേഴ്സ്, പിന്നെ കുറേ ഫ്രീസ് ഇയർ. അപ്പോൾ ഇത് മാറിക്കാൻ വേണ്ടി മാത്രം പിന്നെ ഒറിജിനൽ പോലെ കാണും. അപ്പോൾ ഇതിൻ്റെ കാരണമാണ് നമ്മുടെ നാനോപ്ലാസ്റ്റിയ ട്രീറ്റ്മെൻറ്റ് അത് ചെയ്യാൻ പോവാം. ഹറാത്തെ പ്രശ്നം. അപ്പം റിസാമ്പായി മലപ്പുറം മലയാളം പറയുന്നതാണ്. പറയും ഇതൊക്കെ ലോക്ക
എന്തൊക്കെയാ മലപ്പുറം മലയാളം പറയാന്ന് പറഞ്ഞാൽ അപ്പൊ പറയണ്ടേ പറ എനിക്ക് സംസാരിച്ചോ കാണിക്കത്തില്ല എനിക്ക് മിണ്ടുന്ന പോലെ ഇല്ല എടാ അറാത്തെ പോട്ടെ അപ്പൊ ഞാൻ എനിക്ക് ഒന്നും അടുത്തില്ല മലപ്പുറം മലയാളം ഇത് ഇത് എന്താ ഇത് ഹറാത്തെ പോട്ടെ ഡെയിലി അങ്ങനെയൊക്കെ പറയും പുള്ളി പക്ഷെ ഹറാത്തെ മീൻസ് ആണ് ഹറാമി അപ്പോൾ ഒരാൾ പറഞ്ഞ വായി ഇത് പറഞ്ഞ് ഹറാമി ഞാൻ പറഞ്ഞ ഹറാമി മീൻസ് ഹറാത്തയാണ് അർത്ഥമുള്ള അതോട് ഇത് പറ ഫുഡ് കഴിച്ചോന്ന് അങ്ങനെ മലപ്പുറം മലയാളത്തിൽ ചോദിക്കുന്നത് ഫുഡ് കഴിച്ചു ഫുഡ് കഴിച്ചോ എന്ന് എങ്ങനെയാ ചോദിക്കുന്നത് ഇപ്പൊ മുത്തത്ത് മിക്സ് ആയി മലപ്പുറം ആലപ്പുഴ മുത്തത്ത് മിക്സ് ആയി അറിയത്തില്ല പോയി ഇവിടെ മുടി വെട്ടുന്ന പരിപാടി മാത്രമല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് ഇത് ഇട്ട് നോക്കും ആരാ തന്നത് ഈ ഡ്രസ് ആരാ തന്നത് ഇത് നമ്മുടെ അമീർ മുതലാളിയാണ് അങ്ങനെയൊക്കെ കൊണ്ടുവരും പിന്നെയാണ് ഇടയ്ക്ക് പുള്ളിക്ക് മനസ്സ് പരിപാടിയാണ് ഇത് മനസ്സ് ചിലപ്പോൾ പുള്ളി വിചാരിക്കുകയും നമ്മുടെ സ്റ്റാഫൊക്കെ പിന്നെ ഷർട്ട് പാൻറ്റ് എന്താണ് പുള്ളി ഒരെണ്ണം മേടിക്കുമ്പോൾ അപ്പോൾ നമുക്ക് 6 പേടിക്ക് മേടിക്കും അങ്ങനെയാണ് പുള്ളി മനസ്സ് സൂപ്പർ അടിപൊളിയാണ് അപ്പോൾ നമ്മൾ വളരെയധികം പോസ്റ്റായി അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം തന്നെ 3/4 മണിക്കൂറായി അപ്പോൾ നമ്മൾ ഇരുന്ന് ഇത്രയും നേരമായി താമസിച്ചെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവന്മാർ നമ്മുടെ മുടിയിലതാ ഇവിടെ എന്തോ ഒരു സാധനം സ്നേഹം കൊണ്ട് തേച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരു പാട്ട് പാടാം. ചെറിയൊരു പാട്ട് പാടാം. മൈക്ക് തറയില്ല. ഇളം പൂക്കൾ കാണുമോ കരളിനുള്ളിലെഴും തീരാമോഹം, നുരകളറിയുമോ കുളിരലകൾ കാണുമോ തെന്നലിനുള്ളിലെഴും തീരാദാഹം, പൂക്കളും പുഴകളും അറിയില്ലല്ലോ ഈ റിസംബായി കുറേ നാൾ മലപ്പുറത്താണ്. അതുകൊണ്ട് റിസംബായിക്ക് മലപ്പുറം ഭാഷ അറിയാമെന്ന് നേരത്തെ പറഞ്ഞ് നമ്മൾ പറ്റിച്ചു. റിസംബായി നമുക്ക് കുറച്ച് മലപ്പുറം ഭാഷയിൽ സംസാരിക്കാം. ചങ്ങായി ഇവിടെ പേര് എന്ത് പറയും മലപ്പുറം ഭാഷ? ഒരു ഇത് പറഞ്ഞ ഇജ് 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 കഴിച്ചോ? ഇജ് കഴിച്ചില്ല, അങ്ങനെയില്ല. പിന്നെ അങ്ങനെ പറയാ ഇജി നീ ഫുഡ് കഴിച്ചു? ഇജ് ഫുഡ് കഴിച്ചോ? ഇല്ല കഴിച്ചോ. ചെങ്ങായി ചെങ്കായില്ല, ചങ്ക മുത്തേ കറളേ, അതാണ് മലപ്പുറം അത് മലപ്പുറം ഭാഷ അല്ല. അവര് എനിക്കൊന്ന് കൊച്ചിക്കാരെ കോപ്പി അടിക്കാൻ നോക്കുന്നേ മലപ്പുറംകാരല്ലേ. ചങ്കേ മച്ചാനെ ചങ്ക്. പിന്നെ ഇത് മച്ചാനെ ഇവിടെ പറയും, പക്ഷെ ചങ്കാണ് മുത്തയാണ് അവിടെ കൂടുതൽ. മുത്ത ഇവിടെ എടാ മുത്ത കണ്ടില്ലല്ലോ. അത് കോഴിക്കോട് മലപ്പുറം അവിടെയൊക്കെ അങ്ങനെ ഉണ്ടാവും. അങ്ങനെയൊക്കെ പരിപാടി ഉണ്ട്. അതെ. അപ്പോൾ നമ്മളിപ്പോൾ വന്നാലും ഈ ഒരു ഫ്രെയിമിലൊന്ന് വീഡിയോ എടുക്കും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. കൊള്ളാമെന്ന് കമൻറ്റ് ചെയ്യൂ. കൊള്ളാമെങ്കിലും കൊള്ളില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക. ഈ സെയിം ടീഷർട്ട് സാഫി മിനിയാൻ നൽകും, ഞാൻ ഇന്നലെ എടുത്തു. അപ്പോൾ ഇപ്പോൾ എൻ്റെ മുടി ഒരു മറ്റേ സ്മൂത്ത് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുകൂടെ കഴിഞ്ഞാൽ എൻ്റെ മുടി സോറി നശിപ്പിച്ച് നാനോ പ്ലസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുകൂടെ കഴിഞ്ഞാൽ എൻ്റെ മുടിയും ചെയ്യും, എന്നിട്ട് ഞാൻ പോകുന്നു, എൻ്റെ മുടി സെറ്റ് ചെയ്യും. അപ്പം അതാണ് ഷെയറാൻ മുഹമ്മത്തി പിടിച്ചിരിക്കുന്നത്. ഉണ്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഇനി നമ്മൾ ലുക്കെല്ലാം ചേഞ്ച് ചെയ്ത് പുറത്തിറങ്ങിയിട്ട് വരാം. എനിക്ക് പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലെങ്കിലും ഇവൻ്റെ മുടിക്ക് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം. ലെറ്റ്സ് ഹോപ്പ് ഫോർ ദ ബെസ്റ്റ് അല്ലേ. പ്രകൃതി വിരുദ്ധം, അത് തന്നെ എന്ന് പറഞ്ഞേ. പ്രകൃതി വിരുദ്ധം, പ്രകൃതി വിരുദ്ധം. അപ്പം നമുക്ക് ഒന്നും പറയാനില്ല. എന്ത് പറയാ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതെ, ലൈക്ക് ഷെയർ കമന്റ് എല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താൻ ഉദ്ദേശിച്ചത്. അപ്പോൾ പക്ഷേ അവൻ്റെ മുടിയുടെ വേറൊരു ലുക്കും കൂടെ നമുക്ക് കണ്ടിട്ട് നിർത്താം. ഇപ്പോൾ ഏകദേശം ഇത്രയായി.
കാണാൻ വയ്യല്ലോ. അസംബായ കാണിച്ചോളൂ. അപ്പോൾ അവൻ്റെ മുടി ചെയ്ത ഒരു ഗ്യാപ്പിൽ നമ്മൾ നമ്മുടെ മുടി കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ നോക്കും. ഓ പൊള്ളുന്നു. ജാഥാ വൃത്തികേട് വരരുതേ. ഇതൊക്കെ നോർമല് സ്ട്രേറ്റിംഗ് ഇല്ല. ഓക്കെ. വോയിസ് നമ്മൾ നമ്മുടെ മുടി സെറ്റ് ചെയ്തിട്ടുണ്ട്. നാനോപ്ലസിൻ്റെ ക്രീമൊക്കെ തേച്ച് സമയം നമുക്ക് ഇങ്ങനെ ആക്കി തന്നിട്ട് നമ്മുടെ മുടി സമയക്ക് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് എഴുതേക്കുകയാണ്. സാപ്പിയുടെ ഇനി എന്താ നമുക്ക് കണ്ടറിയാം. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു XUV ഉണ്ട്, ഒരു താറുണ്ട്, ഒരു ബെൻസ് ഉണ്ട്, അതിൻ്റെ അപ്പുറത്തൊരു സോണറ്റ് ഉണ്ട്. അവിടെ നമ്മുടെ സനുവിൻ്റെ സോണറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. സോറി സെൽട്ടോസ്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ്. മറ്റൊരു വീഡിയോ കാണുന്നതിന് എന്താണ് നമ്മുടെ ചാനലിലത്തെ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ, കമൻറ്റ് എല്ലാം ചെയ്യണം. അപ്പോൾ ഇത് സനുവിൻ്റെ വൈഫാണ്, ഇത് അവരുടെ കുട്ടിയല്ല, ഇത് അപ്പോൾ ഓക്കെ ബൈ. മറ്റൊരു വീഡിയോ കാണാം. ബൈ.